അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട സമയത്താണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കി കൊടുക്കട്ടെ. സ്നേഹം, അതാണ് ഏറ്റവും വലുത്. ചില ആളുകൾ പറയും പൈസയാണ് വലുത്, അതിൻ്റെ മേലെ ഒന്നും ഇല്ല എന്ന്. ചില ആളുകൾ പറയും തീവണ്ടിയാണ് വലുത്, അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന്. ഇങ്ങനെ പല ആളുകളും പലതും പറയും. സമ്പത്താണ് വലുത്, പണമാണ് വലുത്, ആരോഗ്യമാണ് വലുത് എന്നൊക്കെ പറയും. എന്നാൽ അതൊന്നുമല്ല, സ്നേഹമാണ് ഏറ്റവും വലുത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ്. നിങ്ങൾ പണം കൊടുത്താൽ പണം തിരിച്ചു കിട്ടും. അതായത് നിങ്ങൾ സദഖ, ധർമ്മം, സക്കാത്ത്, ഹദിയ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മളെന്തെങ്കിലും സന്തോഷത്തോടെ കൊടുത്താൽ അതിന് പകരം അള്ളാഹു നമുക്ക് ഡബിളായി തരും. അതുപോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങളൊരാൾക്ക് സ്നേഹം കൊടുക്കൂ, സ്നേഹം തിരിച്ചു കിട്ടും. സ്നേഹം അതിൻ്റേതായ രൂപത്തിൽ കൊടുക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ കൊടുത്താൽ അതിലേറെ തിരിച്ചു കിട്ടും. സ്നേഹം അത് മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഭർത്താവ് ഭാര്യയോട് സ്നേഹം എനിക്കുണ്ട് നിന്നോട് എന്ന് പറഞ്ഞാൽ പോരാ, ആ സ്നേഹം പ്രകടിപ്പിക്കണം. ഭർത്താവിനോട് ഭാര്യ സ്നേഹം പ്രകടിപ്പിക്കണം, അത് കാണിക്കണം എങ്ങനെയെന്ന്. ഭാര്യ ഭർത്താവിനോടും, മക്കൾ മാതാപിതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം, അത് കാണിക്കണം. മാതാപിതാക്കൾക്ക് മക്കൾക്കുള്ള സ്നേഹം അത് വേറെ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം വേറെ. സ്നേഹങ്ങൾ പല രൂപത്തിലാണ്. മാതാപിതാക്കൾ മക്കളോട് സ്നേഹം കാണിച്ചാൽ അതിലേറെ സ്നേഹം കിട്ടും. മക്കൾ മാതാപിതാക്കളോട് ബഹുമാനവും സ്നേഹം കാണിച്ചാൽ അതിലേറെ തിരിച്ചു കിട്ടും. അയൽവാസികളോട് സ്നേഹം കാണിക്കുക, ബഹുമാനം കാണിക്കുക, അതിലേറെ തിരിച്ചു കിട്ടും. കുടുംബക്കാരോട്, ബന്ധുമിത്രാദികളോട് സ്നേഹം കാണിക്കുക, അത് തിരിച്ചു കിട്ടും അതിലേറെ. മരുമക്കളോട് സ്നേഹം കാണിക്കുക, അതിലേറെ തിരിച്ചു കിട്ടും. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിലേറെ അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. അതാണ് സ്നേഹം. സ്നേഹമാണ് വലുത്. അതുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്നത് തൊട്ട് ദിവസങ്ങളിൽ പെരുന്നാളാണ്, ഈദുൽ ഫിത്തർ. എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കുക. ആ ഫിത്തർ സക്കാത്ത് കൊടുത്താലേ നമ്മുടെ നോമ്പ് മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ തടയപ്പെടും. എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കുക. അതോടുകൂടി സ്നേഹം നമ്മൾ നമ്മുടെ കുടുംബത്തിലും അയൽവക്കങ്ങളിലും ബന്ധുവീട്ടിലും സുഹൃത്തുക്കളിലും എല്ലായിടത്തും പോയി സ്നേഹം പങ്കുവെക്കുക, സ്നേഹം കൈമാറുക, സന്തോഷിക്കുക, നല്ല രീതിയിൽ സന്തോഷിക്കുക. പെരുന്നാൾ വന്നാൽ തക്ബീർ ചൊല്ലുക, പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, കുടുംബങ്ങളുമായി സ്നേഹത്തിൽ കഴിയുക. ഇങ്ങനെ നമ്മുടെ പെരുന്നാൾ നല്ല രീതിയിൽ ഉഷാറാക്കുന്നതോടുകൂടി എല്ലാവരും ഫലസ്തീനിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായ പാവപ്പെട്ട ഗസയിലുള്ള ആ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി അള്ളാഹു അവരുടെ കാവലാകാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. എല്ലാവരും ഗസയിലുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ അതിന് രാവിലും പകലിലും അള്ളാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, വിഷമങ്ങൾ തീർത്തരട്ടെ. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ, റാഹത്തോടെ, പുഞ്ചിരിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.